വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് പുനർപരിശോധിക്കണമെന്ന UDF ചെയർമാൻ TH അബ്ദുൾ സമദ്. അറവുശാലകളുടെ മാലിന്യങ്ങൾ പ്രധാന കൈത്തോട്ടിലേക്ക് ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തുന്നത് തടയാൻ കഴിയാത്ത പഞ്ചായത്തിനാണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നത് എന്നും അബ്ദുൾ സമദ് പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ അക്ഷയതൃതീയ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വണ്ടിപ്പെരിയാർ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ അറവ് മാലിന്യങ്ങളും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും തോട്ടിലേക്ക് നേരിട്ടാണ് ഒഴുക്കിവിടുന്നത്. പെരിയാർ നദിയുടെ പ്രധാന കൈത്തോടായ ചോറ്റുപാറ പെരിയാർ കൈത്തോട്ടിൽ ജലം മലിനമാവുന്നതോടെ പെരിയാർ നദിയും മലിനമാവുകയാണ്. വണ്ടിപ്പെരിയാർ മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള ഭാഗത്തെ നിരവധിയായ എസ്റ്റേറ്റുകളിൽ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് പെരിയാർ നദിയുടെ ജലമാണ്. ഇതോടൊപ്പം 7ഓളം കുടിവെള്ള പദ്ധതികളും പെരിയാർ നദിയിലെ ജലം ഉപയോഗിച്ച് നടത്തുന്നുമുണ്ട്. മലിനജലം ഒഴുകി പെരിയാർ നദിയിലേക്ക് എത്തി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മാരക രോഗങ്ങൾക്ക് വരെ കാരണമാവുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ മാലിന്യവും അറവ് മാലിന്യവും പെരിയാർ നദിയിലേക്ക് എത്തുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിന്നുമാണ്. ഇത് തടയാൻ ആവശ്യമായ യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്ത് എടുക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ഈ ബഹുമതി പുനർപരിശോധിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ സമരം UDFന്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതായും UDF ചെയർമാൻ TH അബ്ദുൾ സമദ് പറഞ്ഞു. ചെറിയ തോതിൽ 1-2 മാടിനെ കശാപ്പുശാലകളിൽ അറുത്ത് തോട്ടിലേക്ക് തള്ളിയിരുന്ന ആളുകൾ ഈസ്റ്ററിൻ്റെ അന്ന് വെള്ളത്തിന് പകരം ചോരയും ചാണകവും മൂത്രവുമാണ് ഈ തോടിലൂടെ ഒഴുകി കടന്നുപോയത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ആ തോടിൻ്റെ കുറുകെ നമ്മൾ സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്. ഇവിടം മുതൽ അങ്ങോട്ട് ചോറ്റുപാറ വരെ അറവുശാലകളുണ്ട്. അറവുശാലകൾ മാത്രമല്ല, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ക്ലോസറ്റിൽ നിന്ന് പൈപ്പ് നേരെ ഈ തോട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. അതുപോലുള്ള ഒത്തിരി മാലിന്യങ്ങൾ എന്തും വലിച്ചെറിയാനുള്ളൊരു സ്രോതസ്സായി ഈ തോടിനെ മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഇത് ലോകത്തിന് നാശം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വണ്ടിപ്പെരിയാറുകാർക്കല്ല, ഇടുക്കി ജില്ലക്കാർക്കല്ല, ആലുവ അടക്കമുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ കെടുതി എത്തിച്ചേരുകയാണ്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ക്ലീൻ സിറ്റി എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് കൊടുക്കുന്നത് ബ്ലോക്കും ജില്ലാ പഞ്ചായത്തുമാണ്. അവർക്ക് 1ാം സ്ഥാനം കിട്ടാൻ വേണ്ടി എല്ലാ പഞ്ചായത്തിനും അവർ ചുമ്മാ കൊടുക്കുക. കേരള സംസ്ഥാനം ക്ലീനാണെന്ന് കാണിക്കാൻ വേണ്ടി സംസ്ഥാനം എല്ലാവർക്കും കൊടുക്കുക. ഇത് പുനഃപരിശോധിക്കണം, മതിയായ അന്വേഷണം ഉണ്ടാകണം. ഇതിന് മുമ്പ് വണ്ടിപ്പെരിയാർ ഒരു ചർച്ചിലെ അച്ഛൻ വലിയൊരു സമരം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലത്തിൻ്റെ 4 വശവും വൃത്തിയായത്. അതിനുശേഷം ഒരു ലേഡി ഒരു ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ തോട് കുറച്ച് വൃത്തിയായത്. അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പൗരസമിതി, സമരസമിതി തയ്യാറായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇതൊരു വലിയ പ്രതിസന്ധിയാണ്, ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നമാണ്. ആ കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കുറേ കൂടി ഗൗരവമായി ഇടപെടണം, ഇല്ലെങ്കിൽ അധികാരികൾ ആ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വണ്ടിപ്പെരിയാറിൽ നിന്നും പെരിയാർ നദീതീരത്ത് ക്ഷേത്രങ്ങളും പള്ളികളും ഇതോടൊപ്പം മോസ്കുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സ്കൂളുകളും കാർഷിക മേഖലയും ഉണ്ട്. ഇത്രയും മലിനമായ ജലം ഇവിടെയെല്ലാം എത്തുന്ന ജനങ്ങൾ ഉപയോഗിച്ച് വരികയുമാണ്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് എന്നും ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകാനാണ് UDF തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.